ഇടയ്ക്കിടെ റിയാക്ഷനാണ്. എബ്രഹാം ഓസ്ലർ സിനിമയുടെ ഒഫീഷ്യൽ ട്രailer റിയാക്ഷൻ ചെയ്യാനുണ്ട്. ത്രില്ലാണ് കുറച്ച് നേരത്തെ ആക്കായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ട് കേട്ടോ. ട്രെയിലറിന്റെ ടൈമേ അതെ, കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഒരു 6 മണിക്ക് അല്ലേ? 6 മണി 5:30 6 മണി അതെ, ആ ടൈമിൽ എങ്ങനെ കിട്ടണം? സാരല്ല, പോട്ടെ, സാരല്ല. പിന്നെ ത്രില്ലാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഥുൻ മാനുവൽ തോമസ് ആളുടെ സംവിധാനത്തിൽ വരുന്ന സിനിമ, ജയറാമിൻ്റെ തിരിച്ചുവരവ് എന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്ന സിനിമ, പിന്നെ മെഗാസ്റ്റാർ മമ്മൂക്ക ആളുടെ ഗസ്റ്റ് റോൾ. ആളുകൾ എന്താണ് എന്നുള്ളതാണ്. അഭിപ്രായത്തിന് ഒരു മാറ്റമല്ല. അതാണ്. അപ്പൊ പിന്നെ അതിനെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. മമ്മൂക്ക ഇതിനകത്ത് എന്താണാവോന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. വില്ലെന്ന് പറഞ്ഞില്ലേ? എങ്കിലും ഒരു ചോദിച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ? ചോദിച്ചിന്റെ അവിടെ തന്നെ ഉണ്ടല്ലോ. അത് വേണല്ലോ. അല്ല, വില്ലൻ, അതിന് സംശയമല്ല. എന്താണെങ്കിലും സമയൊക്കെ ശരി തന്നെയാണല്ലോ. ഓക്കെ, എന്തായാലും ട്രെയിലർ കാണാം. മമ്മൂക്ക ഉണ്ടാവുമോ ട്രെയിലറിൽ? അത് ഉണ്ടാവോ? എന്ത് തോന്നുന്നു? പ്രെഡിക്റ്റ് ചെയ്യും. ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു നെഗറ്റീവ് റോളും കൂടി ആണെങ്കിൽ ആളുടെ ട്രെയിലറിൽ ഉൾപ്പെടുത്താൻ ചാൻസ് ഇല്ല. ഓക്കെ, പ്രത്യേകിച്ച് ഒരു ത്രില്ലർ സിനിമ, ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി, അപ്പോൾ കാണിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഇതില് ട്രെയിലറിൽ മമ്മൂക്ക ഇല്ലെങ്കിൽ നീ പറഞ്ഞത് ഉറപ്പിച്ച് ആണോ? വില്ലനെന്ന് പറഞ്ഞാൽ അത് വില്ലനായിരിക്കും, കാണിച്ചു പോകും. എന്തായാലും നോക്കാം. സാധ്യത വളരെ കുറവാണ്. ഞാൻ എന്തായാലും തീരെ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പം ജയിലർ സിനിമയുടെ ട്രെയിലർ വന്നപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് കാത്തിരുന്നതായിരുന്നു ലാലേട്ടനെ ഒരു ഇത്തിരിയെങ്കിലും കാണാൻ. പക്ഷേ കിട്ടിയില്ല. പക്ഷെ അതിന് മുൻപ് അവരൊരു വീഡിയോ പുറത്തിട്ടുണ്ടായിരുന്നു, അതിൽ തന്നു. പക്ഷേ അതിൽ കാണിക്കാതിരിക്കാം, എന്തും ആവാം. പക്ഷെ ഇതിന് അതിൻ്റെതായ ഒരു കാര്യം ഉണ്ടാവും. എന്താ, നമുക്കതിലുണ്ടെങ്കിൽ വില്ലനല്ല, ഇല്ലെങ്കിൽ വില്ലനാണ് ഉറപ്പിച്ച്. ഇനി ഇതിലുണ്ടെങ്കിലും വില്ലൻ തന്നെ. എനിക്ക് ഇതിൻ്റെ ആ കാര്യത്തിൽ എൻ്റെ ഇത് മാറ്റല്ല. അല്ല, ഇവര് പോസ്റ്റർ പോലും പുറത്തിട്ടില്ലല്ലോ. ഓസ്ലറിന്റെ, അതായത് മമ്മൂക്കയുടെ ക്യാരക്ടർ പോസ്റ്റർ പോലും വന്നിട്ടില്ല. അപ്പൊ എന്തായാലും ട്രെയിലറിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാണാം. നീ എവിടെയാണ് കറങ്ങി നടക്കുന്നത്? നിനക്ക് എനിക്കൊരു സ്ഥലം തന്നിട്ടില്ലേ? അവിടെ ഇരുന്നാ പോരെ, പറയിപ്പിക്കണ്ട എന്നെ കൊണ്ടൊന്നും. എന്തിനാണ് സാറേ ഇവനൊക്കെ ഇങ്ങനെ കാശ് ചെലവാക്കി ഫുഡ് വാങ്ങി കൊടുക്കുന്നത്? സാറ് വാങ്ങി തന്ന ഈ ഫുഡ് കഴിക്കുമ്പോൾ എനിക്കല്ല വിഷമമുണ്ട്. പക്ഷെ സാറ് മാസം കൊണ്ടുവന്നി ഹോട്ടൽ ഫുഡ് മാത്രമേ ഉള്ളൂ എനിക്ക് പുറം ലോകമായ ആകെയുള്ള ബന്ധം. ഞാനും താനുമെല്ലാം ഒരേ തൂവൽ പക്ഷികളാണടൂ. We are dead men walking, broken, cursed, forgotten. തന്റെ ഭൂതകാലവുമായി താൻ പൊരുത്തപ്പെട്ടാൽ മാത്രമേ തന്റെ ഈ ഉറക്കമില്ലായ്മയിൽ നിന്നും തനിക്കൊരു മോചനമുള്ളൂ. തന്റെ ഇൻസോംനിയ ക്രോണിക് ആയിട്ടുണ്ട്. ഇപ്പോൾ താൻ ഹാലൂസിനേറ്റ് ചെയ്യാൻ വരെ തുടങ്ങിയിരിക്കുന്നു. പെട്ടെന്ന് വന്തോതിൽ രക്തസ്രാവം വന്നുള്ള മരണം. It's a number 11 scalpel, both pointing and piercing. അയാൾക്ക് ആൾക്കാരെ നന്നായിട്ട് പേടിപ്പിക്കാറേ. ഒരുമാതിരി പ്രേതങ്ങളുടെ ശബ്ദം പോലെ. Kind of strange, അല്ലേ? Anything can happen to anyone, anytime, അല്ലേ? ജീവിച്ചു മതിയായ ഒരു മനുഷ്യനെ നമ്മളിനി എന്ത് പറഞ്ഞ് ഭയപ്പെടുത്താൻ? അയാളുടെ കണ്ണുകളിലുണ്ടല്ല. I think you deserve to know. ദൈവവും പരദീസയുമെല്ലാം എന്നേ കൈവിട്ടവരാണ് നമ്മൾ. നരകങ്ങളുടെ ആഴക്കയങ്ങൾക്ക് പോലും വേണ്ടാത്തത്. നമ്മുടെ ശാപമോക്ഷത്തിനായി ഒടുക്കം ചെകുത്താൻ തന്നെ നേരിട്ട് ഇറങ്ങിയാലോ ഓസ്ലർ? അയാളുടെ കയ്യിലുണ്ടെങ്കിലോ ഒരു ഡെവിൾസ് ഓൾട്ടർനേറ്റീവ്. അയാളുടെ കണ്ണുകളിലുണ്ട് എല്ലാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്റെ മനസ്സിലിങ്ങനെ പോയി മമ്മൂക്കേനെ കണ്ണ്. ആരുടെ കണ്ണ്? അപ്പൊ തന്നെ പോയി കണ്ണുകളിലെല്ലാം ഉണ്ടാവും.
സംഭവം ട്രെയിലർ വേറെ ലെവലാക്കി കളഞ്ഞിട്ടുണ്ട്. ഓ എന്താ മൂഡ് സാധനം, ഭയങ്കരമായിട്ട് നമ്മളെങ്ങനെ പിടിച്ചിരുത്തുന്ന ഒരു ട്രെയിലർ. ത്രില്ലർ സാധനം തന്നെ കേട്ടോ. അതായത് ഓരോരുത്തരും നടന്നു പോകുമ്പോ വീഴുന്ന എങ്ങനെ കണ്ടോ? ഓരോ സ്ഥലത്ത് ഓരോരുത്തർ വീണു പോകുന്നു. അത് കൊള്ളാട്ടായിട്ടോ. പിന്നെ ജയറാമിന്റെ ഇതിൽ കേട്ടോ ട്രെയിലറിൽ നമുക്ക് മനസ്സിലാവുന്ന ജയറാമിന്റെ ഒരു ഗംഭീര സാധനം തന്നെ കേട്ടോ. അതെ, അഭിനയല്ലേ. അവര് കുറച്ച് ഭയങ്കര എന്താ പറയാ, കുറച്ചൊന്നല്ല ഭയങ്കര സീരിയസ് ആയിട്ട്, അതായത് ആൾക്ക് എന്തോ ഒരു പ്രശ്നം, എന്തോ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു സംഭവത്തിന്റെ പുറത്ത് ഇങ്ങനെ പോകുന്ന ഒരു സാധനം. ഒന്നെങ്കിൽ എന്തെങ്കിലും ഒരു മുൻപേ നടന്ന എന്തെങ്കിലും ഒരു ഇൻസിഡന്റ്, അതിന്റെ ഭാഗമായിട്ട് എന്തോ ആൾക്ക് എന്തോ ഒരു ട്രോമ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ആൽക്കഹോളിക് ആയിട്ടോ, അല്ലെങ്കിൽ ആളുടെ എന്തോ ഒരു അസുഖം ബാധിച്ചിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ, എന്തോ സീരിയസ് ആയിട്ട് എന്തോ ഒരു സംഭവം അതിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പോകുന്ന ആളായിട്ടാണ് തോന്നുന്നത്. പിന്നെ പല പേരും ഒരുപാട് കാസ്റ്റിംഗ് ഉണ്ട് കേട്ടോ, ഒരുപാട് ആൾക്കാരുണ്ട്, നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല. അനൂപ് മേനോൻ, സിദ്ദീഖ്, സായികുമാർ, ജഗദീഷ്. സിദ്ദീഖിനെ കാണിക്കുന്നില്ല, പക്ഷെ എനിക്ക് സിദ്ദീഖ്, മമ്മൂക്ക ഇവരൊന്നും കാണിച്ചിട്ടില്ല. ഇവരൊക്കെ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ആൾക്കാരായിരിക്കും, അവരൊക്കെ ഒരുമിച്ചായിരിക്കും, പറയാൻ പറ്റില്ലേ. എന്തായാലും കെട്ടിലും ബീജമാണ് അല്ലേ ചെയ്തിരിക്കുന്നത്. ശരിക്കും പെട്ടെന്ന് കണ്ടപ്പോ അഞ്ചാം പാതിരേന്റെ ഒരു ഒരു വൈബ് കിട്ടുന്നുണ്ട് ട്രെയിലറിൽ കേട്ടോ. നല്ല മേക്കിംഗ് കേട്ടോ, സൂപ്പർ സൂപ്പർ, നല്ല കിഡിലും വിഷ്വൽസ് ഒക്കെ ഉണ്ട്. എന്തായാലും നല്ല കിഡിലും ഡയലോഗ്സും ഉണ്ട്. സിദ്ദീഖ് പൊളിച്ചുല്ലേ, പറയുന്ന തുടക്കം മുതൽ ഒടുക്കം വരെ വേറെ ലെവല്, കിഡിലും ഫീല്, ഒരു രക്ഷയില്ല, ഗംഭീരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ല ഡയലോഗ് ഡെലിവറിയും എല്ലാം കൊണ്ടും. പിന്നെ അനശ്വര, പിന്നെ കുറച്ച് ഡോക്ടേഴ്സിന്റെ കാണിച്ചിട്ടില്ലേ, അത് ഫ്ലാഷ് ബാക്ക് അല്ലേ, കണ്ടറിയാം. ഫ്ലാഷ് ബാക്ക് അതായത് ആ ഒരു കാലഘട്ടം തന്നെ പറയുന്നുണ്ട്. സെപ്പറേറ്റ് കുറച്ച് പിള്ളേരെ കാണിക്കുന്നുണ്ട്, അതായത് ഡോക്ടേഴ്സ് പിള്ളേരെ അല്ലേ. ഇവരുടെ ചെറുപ്പമാണോ ഇനി? അല്ലല്ലേ, ആരുടെ? ഈ ജയറാമിന്റെയും പറയാൻ പറ്റില്ല. ആ ഒരു കാലഘട്ടത്തിലേക്ക് പോകുന്നു. അല്ല, ജയറാം പോലീസുകാരനാണ് ഇതില്. ഓക്കെ, എന്താണാവോ, എന്തൊക്കെയാണാവോ, എന്തായാലും ഒരു ഐഡിയ ഇല്ല. ത്രില്ലർ സിനിമകൾ അങ്ങനെ തന്നെയാണല്ലോ തരേണ്ടത്. ഇപ്പൊ ഒരു ട്രെയിലർ വരുമ്പോ തന്നെ അതിൽ നമുക്ക് എല്ലാം കൂടി പിടികിട്ടി കഴിഞ്ഞാൽ പിന്നെ സിനിമ കാണുന്നതിൽ ഒരു അർത്ഥമില്ല, നിഗൂഢത ഒളിഞ്ഞ് കിടപ്പുണ്ട്. എന്തായാലും ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇപ്പൊ മമ്മൂക്കയെ കാണിച്ചിട്ടില്ല ട്രെയിലറിൽ, നീ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞു വില്ലനാണെന്ന് പറഞ്ഞു. അതല്ലേ കൺഫേം ചെയ്തു. അത് കൺഫേം ചെയ്തു. അത് തന്നെ ഞാൻ പറഞ്ഞ ജയറാമിന്റെ ഡയലോഗിൽ പോലും ഞാൻ കണ്ടു എന്ന് പറഞ്ഞില്ലേ, അത് സിദ്ദീഖിന്റെ ഡയലോഗിൽ തന്നെയല്ലേ തീർച്ചയായിട്ടും. അവിടെ തന്നെ നമ്മള് മമ്മൂക്കയായിരിക്കും അത് നമ്മൾ ഊഹിക്കുകയാണ്. കാരണം ഇല്ലെങ്കിൽ ഇപ്പൊ എത്രയോ പേരെ ഇതിനകത്ത് ഒരു മിന്നായം പോലെങ്കിലും കാണിച്ചിട്ടുണ്ട്, പലരും കാണിച്ചു. ഇവർ രണ്ടുപേരും മാത്രമേ കാണിക്കാത്തുള്ളൂ. ഡയലോഗിലൂടെ സിദ്ദീഖും ഉണ്ട്, പക്ഷെ മമ്മൂക്കേനെ ഒന്നിലും കാണുന്നില്ല. അതെ, ഡയലോഗില് ഉണ്ടെങ്കിലും ആളി കാണിച്ചിട്ടില്ല എന്നുള്ളത് അതെ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും. പിന്നെ ആള് പറയുന്ന ഡയലോഗുകൾ തന്നെ ഉണ്ട്, എന്താ പറയാ, ചെകുത്താമാർ അങ്ങ് അറ്റായിട്ടാണ് ആള് പറയുന്നത്. അപ്പൊ ആ ഒരു സംഭവമൊക്കെ. പിന്നെ ജയറാം പറയുന്ന ഒരു ഡയലോഗ് അത് ഭയങ്കരതാണ്. അതായത് ജീവിതം മടുത്ത അല്ലെങ്കിൽ ജീവിതം ഒന്നിനും അല്ല എന്ന് പറയുന്ന ഒരാളെ നമ്മൾ എന്ത് കാണിച്ച് പേടിപ്പിക്കാനാണ്. ആൾക്ക് കുറച്ച് ഡയലോഗ് ഉള്ളൂ, ഉള്ളതൊക്കെ നല്ല. അതേ പറഞ്ഞ ആള് പറയാൻ ഭയങ്കര ഇരുത്തം വന്നൊരു ആക്ടിങ്, നല്ല എന്താ പറയാ, ഭയങ്കര ഏജ് ആയിട്ടുള്ള കാണിക്കുന്നുണ്ട്. അതിനനുസരിച്ച് തളർച്ച അങ്ങനെ ഭയങ്കരമായിട്ട് തന്നെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ആള് എന്തോ അസുഖബാധിതനായിട്ടുള്ള രീതിയിൽ തന്നെ പറയുന്നുണ്ട്, അതായത് ഹാലൂസിനേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇനി ഇത് കാണുന്ന പലതും ആൾക്ക് സംശയം കൂടിയും വരും, ചിലപ്പോ ഒറിജിനൽ ആണോ കൂടി വരുന്ന. ശരിക്കും മുന്നിൽ നടന്നാൽ പോലെ അത് ഒറിജിനൽ ആണോ എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ പോലും ചില സംഗതികൾ വരും. അപ്പൊ അതൊക്കെ നല്ല ത്രില്ലർ. പിന്നെ അതിനകത്ത് ഒരു ക്യാരക്ടർ പറയുന്ന ഒരു സാധനമുണ്ട്, അയാള് പ്രേതത്തെ പോലെ പേടിപ്പിക്കും പറയുന്നൊരു സാധനമൊക്കെ ഉണ്ട് ശബ്ദങ്ങളിലൂടെ പോലും. അതെ, ആരാണത് ഒരു ഐഡിയ ഇല്ല കേട്ടോ. എന്തായാലും 11 അറിയാലോ. 11 അറിയാം. നല്ല തോന്നുന്നു, ട്രെയിലർ കണ്ടിട്ട് തോന്നുന്നു നല്ലൊരു ത്രില്ലർ സിനിമ തന്നെ ആയിരിക്കും എന്നാണ് തോന്നുന്നത് കേട്ടോ. മിഥുൻ പറയിപ്പിക്കാറില്ല, നമുക്കൊരു ആവറേജിന്റെ മുകളിലെങ്കിലും ഒരു അനുഭവം തരും, അതാണ് പ്രതീക്ഷയും. എന്താണെങ്കിലും വെയിറ്റ് ചെയ്യാം സിനിമയ്ക്കായിട്ട്. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. വീണ്ടും പറയുന്നു മമ്മൂട്ടി വില്ല, ഞാൻ പറയുന്നു ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു. ഉറപ്പിച്ചല്ലേ.